ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് രണ്ട് അടിപൊളിയുള്ള സെൽഫ് ഫീഡിംഗ് ആപ്ലിക്കേഷൻസിനാണ് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും ആ രണ്ട് ആപ്ലിക്കേഷൻസും. ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഇതാണ്, ഇതിൻ്റെ പേര് കിങ് ക്രൗൺ ഫിറ്റ്നസ് ഹബ്ബ് എന്നൊക്കെയാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ്റെ പേര് നെക്സ വാൾപേപ്പർ എന്നാണ്. സ്ക്രീനിൽ കാണാൻ പറ്റും, ഇതാണ് ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ടിലും തന്നെ നിങ്ങൾക്ക് സെൽഫായിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, ആരെ റെഫർ ചെയ്യുക കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ ഡെയിലി വരുന്ന ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് ടാസ്ക് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നെക്സ വാൾപേപ്പറിൽ വരുന്ന ടാസ്ക് എന്ന് വെച്ചാൽ അതുപോലെ ക്യാപ്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ മുകളിലായിട്ട് നമുക്കൊരു ക്യാപ്ച വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഡെയിലി നമ്മൾ ജസ്റ്റ് ഇത്രയും ചെയ്താൽ മതി. സബ്മിറ്റ് ചെയ്യുമ്പോൾ ആഡ് വരും, ആഡ് ജസ്റ്റ് ക്ലോസ് ചെയ്തെങ്കിൽ ഇതിലെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ഇതിലെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. ഡെയിലി വരുന്ന ടാസ്ക് കംപ്ലീറ്റ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു നെക്സ വാൾപേപ്പർ. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നിങ്ങൾ അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഫസ്റ്റ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇതും കൂടി ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് വെറുതെ നോക്കിയിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞുതരാം, നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇതുപോലെ അടിപൊളി സെൽഫ് ഫീഡിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ ആപ്ലിക്കേഷൻ പേര് കിങ് ക്രൗൺ ഫിറ്റ്നസ് ഹബ്ബ് എന്നൊക്കെയാണ്. ഓക്കെ, സോ ഈ കാണുന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട് വേറെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇവരുടെ തന്നെ. ഓക്കെ, അതായത് ഫിറ്റ്നസ് ഹബ്ബ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ റിവ്യൂ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ വിഡ്രോയിൽ കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്പിലോട്ടാണ് വിഡ്രോ ചെയ്യേണ്ടത്. ഇതിൽ നിന്ന് നമുക്ക് ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു പുതിയ ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഹോം ഇൻ്റർഫേസിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ റഫറൽ കോഡൊക്കെ ആദ്യം ചോദിക്കും. അപ്പോൾ ആ റഫറൽ കോഡൊക്കെ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ആപ്ലിക്കേഷൻ ഹോം പേജിൽ ഇതുപോലെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഏണിംഗ് ഓപ്ഷൻസ് കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇവിടെയായിട്ട് ഏണിങ്സ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ മുമ്പത്തെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തവർക്ക് അറിയാൻ പറ്റും. ഓക്കെ, അതായത് ഇവിടെയായിട്ട് നമുക്ക് കുറച്ച് ഫിറ്റ്നസ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. അതായത് ജിമ്മിൻ്റെ ഓരോ കാര്യങ്ങൾ. ഓക്കെ, ഓരോ കാര്യങ്ങളും ട്രെയിനിങ് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ഗ്രീൻ കളറിലൊരു ഐ ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ടാസ്ക്കൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ അടുത്തായിട്ട് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ടാസ്ക് അതായത് ഇവിടെ ആയിട്ട് ഈ ഒരു ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ആഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ആഡ് നമുക്ക് ജസ്റ്റ് ഇതുപോലെ സ്കിപ്പ് ചെയ്യാൻ പറ്റും. സ്കിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ആയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് കാണാൻ പറ്റും, ഇതുപോലെ വരും. അപ്പോൾ നമ്മൾ ഇവിടെ ആയിട്ട് ലോഡിങ് കാണാൻ പറ്റും, ഒരു സംഭവം ലോഡ് ആവുന്നത് കാണാൻ പറ്റും. ഓക്കെ, അത് ഫുൾ ആവുന്ന വരും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അത് കാണാൻ പറ്റും. ഇത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ വേറെ ഒന്നും ചെയ്യാൻ കാര്യം സക്സസ് വിസിറ്റ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. അതിനുശേഷം അടുത്ത ടാസ്ക് അടുത്ത ആ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ആഡ് വന്നു. ആഡ് വരുമ്പോൾ താഴെ മുകളിലും ആഡ് വരും, എന്നാലേ അത് ലോഡ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ലോഡായി. അപ്പോൾ കാണാൻ പറ്റും ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ബാക്ക് പോവാണ്. അതിനുശേഷം വരുന്നത് വീണ്ടും അടുത്ത ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. ജസ്റ്റ് അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. സിമ്പിളായാണ്, വേറൊരു പരിപാടിയില്ല. സിമ്പിളായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, കാണാൻ പറ്റും അത് കഴിയുന്നത്. ഞാൻ നിങ്ങൾക്ക് ലീവായിട്ടും കാണിച്ചത്, ഞാൻ സ്കിപ്പൊന്നും ചെയ്യുന്നില്ല. സിമ്പിളാണ്. ഇതിലെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ജസ്റ്റ് ഒരു 3-4 മിനിറ്റ് മാത്രം മതി ഇതിൽ ഫുള്ള് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ കാണാൻ പറ്റും അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇത് ലാസ്റ്റ് വരുന്ന കാണാൻ പറ്റും ഇൻസ്റ്റാൾ ടാസ്ക്, അതായത് ഡൗൺലോഡിൻ്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും. അതായത് ഇൻസ്റ്റാൾ ടാസ്ക് വരുന്നത്. അത് ഞാൻ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് ലോഡ് ആവുന്ന വരെ തന്നെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇതിലും. ഓക്കെ, ഫുള്ള് ലോഡ് ആവുന്ന വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാണ് വേണ്ടത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ അവിടെ ഫുള്ളായിട്ടുണ്ട്. ഫുള്ളായതിനു ശേഷം നമ്മളോട് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ പ്ലേ സ്റ്റോറിൻ്റെ ആഡ് ഒന്നുമല്ല വന്നിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ബുക്ക് നൗവിൽ ക്ലിക്ക് ചെയ്യുക. ബുക്ക് നൗവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഓക്കെ, ഇപ്പോൾ പ്ലേ സ്റ്റോറിലോട്ടാണ് പോയത്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് 1 KB ആപ്പ് എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം ഇവിടെ KB മാത്രം സൈസ് വരുന്ന ഏതെങ്കിലും ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ആ ഒരു ആപ്പിന് ഇൻസ്റ്റാൾ ചെയ്യണമെന്നില്ല. ഈ ഒരു KB വരുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതൊന്ന് കുറച്ച് സമയം ഓപ്പൺ ചെയ്തിട്ട് ബാക്ക് പോവാം. സോ ഇവിടെ ഞാൻ കുറച്ച് സമയം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത ശേഷം ബാക്ക് പോവാണ്. അതുപോലെ ബാക്ക് പോയി കാണാൻ പറ്റും സക്സസ് വിസിറ്റ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അത് അതിൻ്റെ അർത്ഥം അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ 1 റുപ്പീസ് ആയിരിക്കും കയറുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ബൈസെപ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ വന്നിട്ട് ഇവിടെയും കൂടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ആകെ കുറച്ച് വരുന്നുള്ളത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഞാൻ ഇതും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. സോ ഗൈസ്, ഞാനിവിടെ ഇതിലെ ഫുൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ 2 സെക്ഷനിൽ നോക്കാമല്ലോ, ഫുള്ള് ഗ്രീൻ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫുള്ള് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇങ്ങനെയാണെങ്കിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് വിഡ്രോ ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വിഡ്രോ ചെയ്യാനായിട്ട് താഴെയായിട്ട് ഗിഫ്റ്റ് ബോക്സ് വന്നിട്ടുള്ള കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഗിഫ്റ്റ് ബോക്സിൻ്റെ ഒരു ഐക്കൺ, അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളോട് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് പറയും.
ഓക്കെ, ജസ്റ്റ് കാണിച്ചു തരാം. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു പേ യു ക്വിക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്പ് ഉണ്ട്. ഓക്കെ, ഇതിലോട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തരാം. ഓക്കെ, സോ അവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് മൊബൈൽ നമ്പർ OTP കൊടുത്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വേറെ വെരിഫിക്കേഷൻ KYC ഒന്നുമില്ല. ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു സൈനപ്പ് ചെയ്യാൻ ഉപയോഗിച്ച് ആ ഒരു മൊബൈൽ നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്തിട്ട് ലൈവായിട്ട് ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് ആണ് ഇതിൽ വരുന്നത്. ലൈവായിട്ട് വിഡ്രോ ചെയ്ത് കാണിച്ചിട്ട് അപ്പോൾ ഞാൻ നമ്പർ എൻ്റർ ചെയ്തു. ശേഷം ഞാൻ വിഡ്രോ ചെയ്യും. മുകളിലായിട്ട് ഇപ്പം നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. വിഡ്രോ ചെയ്യാണ്. അപ്പോൾ കാണാൻ പറ്റും വിഡ്രോൾ സക്സസ് ആയിട്ടുണ്ട്. ഫോണിൽ നിന്ന് വൈബ്രേറ്റ് നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ട് കാണാൻ പറ്റും. ₹2 ആഡ് ആയിട്ടെന്ന് പറഞ്ഞു. ഓക്കെ, ജസ്റ്റ് ഒരു 2-3 മിനിറ്റിൻ്റെ വർക്ക് മാത്രമേ ഡെയിലി വരുന്നുള്ളൂ ഇവരുടെ എല്ലാ ആപ്ലിക്കേഷനിലും. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ₹2 ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പേ യു ക്വിക്ക്. സോ ഇതിൽ കയറുകയാണ്. ഞാൻ ഡൗൺലോഡ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം. കാണാൻ പറ്റും. ഇപ്പോൾ ₹4 ആണ് ബാലൻസ്. ഓക്കെ, ഞാൻ ഇന്നലെയും വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാൻ പറ്റും. ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ കാണാൻ പറ്റും കിങ് ക്രൗൺ ഫിറ്റ്നസ് ഹബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പറ്റും. PTM പോലെ തന്നെയുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത് സംഭവം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഇനി ബാങ്കിലോട്ട് വിഡ്രോ ചെയ്ത് കാണിച്ചു തരാം. ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യുമ്പോൾ ഒരു കുറച്ച് സമയം എടുക്കും കയറാനായിട്ട്. ഒരു 24 hours ഇല്ല, അതിനുള്ളിലായിട്ട് എമൗണ്ട് കയറും. ഇവിടെ ആയിട്ട് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ആദ്യം തന്നെ. ഓക്കെ, സോ ഇവിടെ ആയിട്ട് അക്കൗണ്ട് നമ്പറും അക്കൗണ്ട് ഹോൾഡർ നെയിം IFSC കോഡ് കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കുക. ഞാൻ ഓൾറെഡി അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എമൗണ്ട് എൻ്റർ ചെയ്യാണ്. ₹4 ആണ് ഞാൻ എൻ്റർ ചെയ്തു. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാൻ കാണാൻ പറ്റും. ഓക്കെ, പെൻഡിങ് ആണ്. ഓക്കെ, മിനിമം ₹1 ആയാലും നിങ്ങൾക്ക് ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു സീനുമില്ല. ഓക്കെ, അപ്പോൾ ബാങ്കിലോട്ട് കയറുന്നതായിരിക്കും. അത് എന്തായാലും കയറുന്നതായിരിക്കും. ഓക്കെ, ഞാൻ കണ്ടില്ലേ മുമ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഒരു പ്രൂഫ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഒരുപാട് ഞാൻ പേയ്മെൻറ്റ് ഇതിലോട്ട് വലിച്ചിട്ട് ഇതിൽ നിന്ന് ബാങ്കിലോട്ട് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, കാണാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമ്മളെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ വരുന്നത്. നമുക്കിനി രണ്ടാമത്തെ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയാലോ. അപ്പോൾ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ വരുന്ന നെക്സാ വാൾപേപ്പർ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ വരും. അതുകൊണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് നൗവിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ഒന്ന് സേവ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നേരെ ആപ്ലിക്കേഷൻ ഹോം പേജിലോട്ട് നിങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന നിങ്ങൾക്ക് ഒരു വാൾപേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഒരു മിനിറ്റ് ജസ്റ്റ് ആഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാൾപേപ്പേഴ്സൊക്കെ ഒന്ന് കാണാൻ പറ്റുമ്പോൾ നിങ്ങൾ നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൽ ടാസ്ക് വരുന്നത് ഞാൻ കാണിച്ചാലും സൈഡ് ബാർ ക്ലിക്ക് ചെയ്യുക. സൈഡ് ബാർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്യാപ്ച വാലറ്റ് അങ്ങനെ 2 ഓപ്ഷൻ കാണാൻ പറ്റും. രണ്ടാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് വാലറ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. തന്നെ അപ്പോൾ വാലറ്റ് നോക്കാനുള്ള 370 കോയിൻസ് എൻ്റെ അവൈലബിൾ ആണ്. ഓക്കെ, ഞാൻ ഇന്നലത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് പെയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ് 370 കോയിൻസ്. ഓക്കെ, മിനിമം വിഡ്രോൾ 500 കോയിൻസാണ്, ₹5. ഓക്കെ, സോ ജസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ക്യാപ്ചയിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഡെയിലി 30 ക്യാപ്ചയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, സോ ഇവിടെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മുകളിലായിട്ടുള്ള തന്നിട്ടുള്ള ആ ഒരു ക്യാപ്ച അല്ലെങ്കിൽ ആ ഒരു സംഭവം നിങ്ങൾ കറക്റ്റ് ആ ഒരു വേർഡ്സ് അതായത് ലെറ്റേഴ്സ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ XXNZS ആണ് കൊടുത്തുള്ളത്. അത് ജസ്റ്റ് എൻ്റർ ചെയ്തു. സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്തു. ആഡ് വന്നിട്ടുണ്ട്. ആഡ് ജസ്റ്റ് ഒരു 5 സെക്കൻഡിൻ്റെ ആഡാണ്. അത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. ശേഷം സ്കിപ്പ് ചെയ്യുകയാണ്. ഞാൻ സ്കിപ്പ് ചെയ്തപ്പോൾ ആ ടാസ്ക് കംപ്ലീറ്റ് ആയി. അതിന് ശേഷം ഒരു കൗണ്ട് ഡൗൺ ഉണ്ട്. ഇതാണ് കുറച്ച് ടാസ്ക് ആയുള്ള പരിപാടി. അപ്പോൾ ഇതിലെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് പണിയാണ്. മാത്രമല്ല ഡെയിലി ഫുള്ള് ടാസ്ക് കംപ്ലീറ്റ് ചെയ്താലും നിങ്ങൾക്ക് അന്ന് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. കാരണം 500 കോയിൻസാണ് മിനിമം വിഡ്രോയിൽ. ഒരു ദിവസത്തെ ടാസ്ക് നിങ്ങൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്താലും നിങ്ങൾക്ക് 500 കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഞാൻ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 300 സംതിങ് എനിക്ക് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 2 ദിവസം നിങ്ങൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ കാണാൻ പറ്റും ഇപ്പോൾ അടുത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, WZIAN ആണ്. അത് ജസ്റ്റ് എൻ്റർ ചെയ്തു. സബ്മിറ്റ് ക്ലിക്ക് ചെയ്തു. ഒരു ആഡ് വന്നിട്ടുണ്ട്. ആഡല്ല പ്രശ്നം, ആഡ് കഴിഞ്ഞുള്ള ഒരു കൗണ്ട് ഡൗൺ ആണ് കുറച്ച് ടാസ്ക്. അപ്പോൾ നിങ്ങളത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ആപ്പ് യൂസ് ചെയ്യുക. പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പക്കയായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അടുത്തൊരു കൗണ്ട് ഡൗൺ. അപ്പോൾ അതിനുശേഷം അടുത്ത് ഇതുപോലെ തന്നെ നിങ്ങൾ 30 കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഓരോ 10 കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റാൾ ടാസ്ക് ആയിരിക്കും വരുന്നത്. ഓക്കെ, അങ്ങനെ 3 ഇൻസ്റ്റാൾ ടാസ്ക് ഉണ്ടാവും. അതും കൂടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഏതാ ഒരു ആഡ് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പോൾ അടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് XCLGY എന്നാണ്. സബ്മിറ്റ് ചെയ്തപ്പോൾ ആഡ് വന്നിട്ടുണ്ട്. ആഡ് സ്കിപ്പ് ചെയ്യാണ്. ഓക്കെ, ജസ്റ്റ് സ്കിപ്പ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് 500 കോയിൻസ് ആക്കിയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഓക്കെ, സോ ഞാൻ ഇവിടെ ആയിട്ട് ഇപ്പോൾ കുറച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 16 ബാക്കിയുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വാലറ്റ് പോയി നോക്കി നോക്കാം എത്ര കോയിൻസ് ആയിട്ടുണ്ടെന്ന്. ഓക്കെ, സോ വാലറ്റ് ക്ലിക്ക് ചെയ്യാൻ അപ്പോൾ കാണാൻ പറ്റും. അതിൽ ഇപ്പോൾ 510 കോയിൻസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റെഡീം നൗവിൽ ക്ലിക്ക് ചെയ്തിട്ട് റെഡീം ചെയ്ത് നോക്കി നോക്കാം. ചിലപ്പോൾ ഇന്നത്തെ ടാസ്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്താൽ ചിലപ്പോൾ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ 500 കോയിൻസ് ഉണ്ടെങ്കിൽ ₹5 വിഡ്രോ ചെയ്യാം. നിങ്ങൾക്ക് 1000 കോയിൻസ് ഉണ്ടെങ്കിൽ ₹10, 1500 കോയിൻസിൽ 15, 2500 കോയിൻസിൽ 25. അങ്ങനെയാണ് ഒരു വിഡ്രോയിൽ വരുന്നത്. ഓക്കെ, UPIയിലോട്ടാണ് വിഡ്രോ വരുന്നത്. അപ്പോൾ ജസ്റ്റ് 500 കോയിൻസിന് മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ പേ ഔട്ട് ഡീറ്റെയിൽസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ UPI ID എൻ്റർ ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇവിടെ UPI ID എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ടാസ്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയുന്നത് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇന്നത്തെ ടാസ്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് വിഡ്രോ ചെയ്യുക. പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ പക്കയായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ വരുന്നത്.
ഓക്കെ, നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോത്തിലുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറൊന്നുമില്ല, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.